പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. വലിയ നന്ദി, സന്തോഷം. മൊത്തത്തിൽ സംഗീതമയമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വരുമ്പോഴേ എനിക്കറിയാമായിരുന്നു രാജീവ് രവി എന്ന സിനിമാറ്റോഗ്രാഫറുമായിട്ട്, ഡയറക്ടറുമായിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പമൊന്നും ഇല്ലെങ്കിലും അന്നയും റസൂലും എന്ന് എന്ന പ്രശസ്തമായ പടം കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവ് എന്ന കലാകാരനോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. രാജീവ് എന്ന ഡയറക്ടറോട് വളരെ ബഹുമാനമുണ്ട്. രാജീവ് എന്ന സിനിമാറ്റോഗ്രാഫറോടും എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും 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 കൂടുതൽ ബഹുമാനം രാജീവ് രവിയുടെ ഉള്ളിൽ തെളിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന സംഗീതത്തോടാണ്. രാജീവിന് ഭയങ്കരമായ ഒരു സംഗീതമുണ്ട്. എല്ലാ കലാകാരന്മാർക്കും ബേസിക്കലി വേണ്ട, ആക്ടറാണെങ്കിലും ഡയറക്ടറാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും എല്ലാവർക്കും വേണ്ട ഒരു അമൂല്യമായ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് സംഗീതം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ശ്രുതി അറിയണമെന്നില്ല, താളം അറിയണമെന്നില്ല, ഒന്നുമില്ല. ഒരു കാതുണ്ടെങ്കിൽ മതി. ആ കാത് രാജീവ് ഉള്ളത് കൊണ്ടാണ് ഷഹബാസ് അമനും ഈ തൈക്കുടം ബ്രദേഴ്സൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവരോടും രാജീവിനോടുള്ള എനിക്കുള്ള ഒരു 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 അപ്രീസിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബേസിക്കൽ മെലഡി എന്ന് പറയുന്ന സാധനം അത് കാലം എത്ര പോയി കഴിഞ്ഞാലും അത് പോവില്ല. ഈ ബേസിക്കൽ മെലഡി അതിനെ എടുത്തു വെച്ച് ഈ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ പറയപ്പെടുന്ന ഈ താളത്തിൻ്റെയോ പിന്നെ ഫാസ്റ്റ്നെസ്സിൻ്റെയോ എക്സ്പ്രഷൻ്റെയോ ഒക്കെ വ്യത്യാസമല്ലാതെ ബേസിക്കൽ മെലഡിയിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇന്നിവിടെ ഞാൻ കണ്ട ഈ ഷഹബാസ് അമനും രാജീവ് രവിയൊക്കെ. അവരുടെ ഈ പിക്ചർ വളരെ 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 നന്നായി പോകട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഫർഹാൻ ഫാസിലിനും ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മഹാനായിരിക്കും എൻ്റെ ഭാവുകങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പാരീസ് ചന്ദ്രൻ. അപ്പം ചന്ദ്രേട്ടന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ആ വാക്കുകൾ പറയണം. ചന്ദ്രേട്ടനാ പറയേണ്ടത്. അതായത് പ്ലീസ്. മിസ്റ്റർ രാജീവ് രവി എന്നിട്ട് തലയിൽ ഏൽപ്പിച്ചതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്യാനാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ലല്ലബായുടെ കാര്യം പറയുന്നത്. ശരിക്കും താരാട്ടിൻ്റെ വരികളല്ലെങ്കിലും കേൾക്കുമ്പോൾ ഒരു താരാട്ടിൻ്റെ മൂഡ് വേണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഭാഗ്യവശാൽ അത് പാടാൻ വേണ്ടി നമ്മളെ കേരളത്തിൽ തമിഴിലും മലയാളത്തിലും കുറേ പാട്ടുകൾ പാടി നമ്മൾ ഒരു സൗകര്യം കിട്ടി പാടാൻ വേണ്ടി. അത് വലിയ ഭാഗ്യം ഞാൻ കാണുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിബഡി. താങ്ക് യു സോ മച്ച്. ഇവിടെ വരാനും ഇത്ര ഒരു ഭാഗവതരുടെ സാന്നിധ്യം, അദ്ദേഹം പാട്ട് പാടുന്നത് കേൾക്കാനുണ്ടായ ഒരവസരം ഒരു മഹത്തായ അനുഭവമായിട്ട് ഞാൻ കാണുന്നു. കളക്റ്റീവ് ഫേസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ ബോഡി. അത് ഞങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന 3-4-5 സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് കളക്റ്റീവ് ഫേസ് 1. രാജീവ് രവി എൻ്റെ 1 വർഷം ജൂനിയറായിട്ട് പഠിച്ചാണ്. രാജീവ്, മധു നീലകണ്ഠൻ, അതിനേക്കാൾ ജൂനിയറായിട്ട് പഠിച്ച കമൽ, പിന്നെ മലയാള സിനിമയിലും ഹിന്ദി സിനിമയിലും ഒക്കെ വളരെയധികം അറിയപ്പെടുന്ന ആർട്ട് ഡയറക്ടർ സുനിൽ ബാബു, ഞങ്ങൾ ജൂനിയറായിട്ട് പഠിച്ച എഡിറ്റിംഗ് പഠിച്ച അജിത്ത്, പിന്നെ ജാർ പിക്ചേഴ്സിൻ്റെ മാക് അലൻ, ഇങ്ങനെ കുറേ സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മ മാത്രമാണ് കളക്റ്റീവ് ഫേസ് 1. കളക്റ്റീവ് ഫേസ് 1-ൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നു, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും, ID എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ആദ്യമായിട്ട് കളക്റ്റീവ് ഫേസ് 1 വളരെ ഒരു അൺപാരലായിട്ടുള്ള വഴികൾ തേടിപ്പോയി ചെയ്ത ചിത്രമാണ് ID. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് ശ്രദ്ധയാകർഷിക്കപ്പെട്ടു. 9 ഇൻ്റർനാഷണൽ അവാർഡുകൾ ID നേടുകയുണ്ടായി. ഇന്നും ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ അതായത് സിനിമ ഉണ്ടാക്കുക എന്നുള്ളത്
അതൊരു കലാപ്രവർത്തനമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകൾ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഉണ്ടാക്കുന്ന സിനിമകൾ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മയാണ് കളക്റ്റീവ് ഫേസ് 1. ID ഇന്നും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും ജനങ്ങളിലേക്ക് എത്തുവാൻ ഒരു തിയേറ്ററിക്കൽ റിലീസ് ഇതുവരെ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം ഞങ്ങളെല്ലാവരും വളരെയധികം ബിസിയാണ്. ആസ് പ്രൊഫഷണൽസ് വി ആർ ഓൾ ബിസി ഇൻ അവർ ഓൺ വേ. അപ്പോൾ അതിൻ്റെ കളക്റ്റീവായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും വളരെ അടുത്തതായി ID അമേരിക്കൻ റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അതുപോലെ തന്നെ ഒരു ഓൾ ഇന്ത്യ റിലീസും ഉടനടി IDക്ക് ഉണ്ടാകും. ആ ഒരു സംരംഭം നടക്കുന്നതിനോടൊപ്പം തന്നെ രാജീവിൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നുണ്ടാക്കുന്ന രണ്ടാമത്തെ IDയുടെ കളക്റ്റീവ് ഫേസിൻ്റെ പേരിലുള്ള ചിത്രമാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ്. ഈ ചിത്രത്തിന് വേണ്ടി പേഴ്സണലായിട്ടുള്ള എൻ്റെ എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. അതോടൊപ്പം കളക്റ്റീവ് ഫേസ് 1 പോലെയുള്ള ഒരുപാട് കൂട്ടായ്മകൾ കേരളത്തിന്, മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ നിന്നാണ് എന്നും നല്ല കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനെ മതിക്കുന്ന സബ്ജക്റ്റുകൾ, നമ്മളുടെ സമൂഹവുമായി സംവേദിക്കുന്ന സബ്ജക്റ്റുകൾ, അത് നമ്മുടെ ജീവിതത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു കലാചിത്രമായി പുറത്തു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ആവശ്യമാണ്. ഒരുപക്ഷെ ജോൺ അബ്രഹാമാണ് ഞങ്ങൾക്കെല്ലാം ആ വഴി കാട്ടിത്തന്നത്. അതിൻ്റെ ഒരു പിന്നോടിയായി ഉണ്ടായൊരു സംരംഭമാണ് കളക്റ്റീവ് ഫേസ് 1. കളക്റ്റീവ് ഫേസിനെ വേണ്ടി ഇത്ര മാത്രമേ പറയാനുള്ളൂ. The second production, I'm sure there are extraordinary talents working in this film, and I don't think we have made a very expensive film. We are trying to put it across to the people of Kerala. We need your blessings. Once you bless us, there will be more association like this come up. There will be more and more films will come up, and അത് വർത്തമാനകാലത്തിൽ സിനിമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന കലാരൂപം എന്ന് സിനിമയായി മാറിക്കഴിഞ്ഞു. സിനിമ ഉണ്ടാക്കുക വളരെയധികം എളുപ്പമുള്ള കാര്യമായി മാറിക്കഴിഞ്ഞു. പക്ഷെ സിനിമ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് ഇന്നത്തെ ഒരു ഇന്ത്യൻ കൊമേഴ്ഷ്യൽ തലത്തിൽ ഒരു സിനിമ ഉണ്ടാക്കി അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയി എന്ന ഒരു കൊമേഴ്ഷ്യൽ ടേംസിലേക്കാണ് ഇന്ത്യൻ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിനിമ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, സിനിമ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ബുദ്ധിമുട്ട്. അതാണ് കളക്റ്റീവ് ഫേസ് 1ൻ്റെ സെക്കൻഡ് പ്രൊഡക്ഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എത്രയും പെട്ടെന്നൊരു സിനിമ ഉണ്ടാക്കി എത്രയും കാലതാമസമില്ലാതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ സിനിമ കാണണം. ബിക്കോസ് ഇറ്റ്സ് എൻ എക്സ്പോസിഷൻ ഓഫ് വെരി റോ young talent. We are very happy that we are able to put it together. Bless us. Thank you very much.